അയോധ്യ രാമക്ഷേത്രത്തിനുള്ള സംഭാവനകൾ കാണാതായി എന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ നടപടിയെടുത്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കാണാതായി എന്നാണ് സമാജ്വാദി പാർട്ടി ആരോപിച്ചത്. ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയാ അച്യുതൻ, വിശദാംശങ്ങൾ. എസ്കെനി, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ സംഭാവനകൾ കാണാതെയായി എന്നുള്ളൊരു ആരോപണം. അതിൽ സമാജ്വാദി പാർട്ടി അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഭക്തർ സംഭാവന ചെയ്ത കോടിക്കണക്കിന് രൂപ കാണാതെയായി എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ അംഗം ഒരു പരാതി നൽകിയത്. എന്തായാലും ആ പരാതിയിൽ എന്താണ് വസ്തുതയെന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ കണ്ടെത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് അന്വേഷണ പുരോഗതി, എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഒരാഴ്ചയ്ക്കുള്ളിൽ. എന്തായാലും ആ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ BJP ഇതിൽ പറയുന്നത് ഇത്തരമൊരു ക്രമക്കേട് ഉണ്ടായിട്ടില്ല, ഈ സംഭാവന കാണാതെയായി എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നുള്ളതാണ് BJPയും അവകാശപ്പെടുന്നത്. എന്തായാലും ആ വിഷയത്തിൽ എന്താണ് വസ്തുത എന്നത് ഇപ്പോൾ പരിശോധിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.